പഴയ കാലത്തെ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമ്മൾ ഫുജറ ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള പഴയ കാലത്തെ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക്. അത് അതേപോലെ അവർ ഉണ്ടാക്കി വെച്ചതാണ്. ഒന്ന് കാണാം നമുക്ക്. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ മുമ്പിൽ തന്നെ നമുക്ക് കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഒരു സ്ഥലങ്ങൾ ഇവിടെ കാണാം. ഇതാണ് ഈത്തപ്പഴത്തിൻ്റെ ആ സ്ഥലത്തിന് ശേഷം തൊട്ടടുത്ത് ഞാൻ പ്രിസൺ എന്ന് പറയുന്നത് ഇവിടെ ജയിൽ. ഓക്കെ, ജയിൽ നോക്കിയേ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായില്ല നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ. പെട്ടെന്ന് നാട്ടിൽ നിന്ന് വീഡിയോ ആണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടത്. ഇപ്പോൾ ഫുജറയിലെത്തി. വന്നിട്ടിപ്പോൾ ഒരു മാസം ആകുന്നു ഏകദേശം. പിന്നെ വർക്കിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഫുജറയിലെ ഒരു ഫോർട്ടിൻ്റെ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആക്ച്വലി, അലിബായ്. ഇത് എന്നെ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഒരാൾ. പിന്നെ എൻ്റെ റൂംമേറ്റ്സ് ആണ് ഈ കാണുന്നത്. ഇത് സിജിൻ. ഹായ് പറയാം നമ്മൾ എല്ലാവരുടെ അടുത്തും. ഇത് ദീപക് ഭായ്. ദീപക് ഭായ് തൃശ്ശൂർ, സിജിന് ആലപ്പുഴ. ये पाकिस्तान का हमारा दोस्त. एक्चुअली ये दोस्त ഹിന്ദി പറയണ്ടല്ലോ. ഇയാളാണ് എന്നെ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കുന്ന ആൾ. അപ്പം ഞാൻ വിളിച്ചപ്പോഴും വേഗം വന്നതാണ്. അപ്പം ഫോർട്ടിൻ്റെ വീഡിയോ ആണ് തമിഴിൽ കണ്ടതുപോലെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫുജറ ഫോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫുജറ സിറ്റിയിൽ നിന്ന് തന്നെ 2 കിലോമീറ്ററേ ഉള്ളൂ. ആക്ച്വലി ഫുജറ സിറ്റി വെറും 20 കിലോമീറ്ററുള്ള ഒരു സിറ്റിയാണ്. ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. മലയെടുക്കുന്നിടത്തും അതേപോലെ എന്താ പറയുക, അതിൻ്റെ അടുത്ത് തന്നെ ബീച്ചും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിറ്റി. അതിൻ്റെ അടുത്താണ് ഒരു ഫോർട്ട്, അതായത് നമ്മൾ കോട്ട. നമ്മുടെ നാട്ടിൽ പറയുന്ന തലശ്ശേരി കോട്ടയൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു കോട്ട. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാ നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്ത് നമ്മൾ ഫുജറേൻ്റെ മലകളുടെ അടുത്ത ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് നമുക്ക് കാണാം ഫുജറ ഫോർട്ട് കാണാം. നമ്മൾ ഫുജറ ഫോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം കാണുന്ന കുറച്ച് മലനിരകളാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടൊക്കെ ഞാൻ മുമ്പേ വന്നിട്ടില്ലല്ലോ. നിങ്ങളെ കാണിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഫുജറയിലുള്ള മോസ്ക് കാണിച്ചു. ഇവിടെ നിന്ന് ഈ കാണുന്നതാണ് ഫുജറ ഫോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഓക്കെ, ഈ കാണുന്നതാണ് ഫുജറ ഫോർട്ടിൻ്റെ ഭാഗം. നമ്മളങ്ങനെ മുമ്പിലേക്ക് പോവുകയാണ്. ഫുജറ ഫോർട്ടിൻ്റെ ഉള്ളിലെത്തി. ഇപ്പം നമ്മൾ ഇറക്കിക്കൊണ്ട് അവൻ സ്പീഡിൽ തന്നെ പോയി. അവന് വേറൊരു പണിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ സ്പീഡിൽ പോയി. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ നിന്നല്ല ഞാൻ ആദ്യം എൻ്റെ റൂംമേറ്റ്സിനെ പരിചയപ്പെടുത്തുന്നത്. ഇത് ദീപക്, ഇത് സിജിന്. ദീപക് എത്ര വർഷമായി ഇവിടെ ഫുജറയിൽ? ഞാൻ ഫുജറയിൽ 3 വർഷമായി. ടോട്ടലി 7 ഇയേഴ്സ് ആയി. ഇത് സിജിന് ഞാൻ 2 വർഷമായി. സിജിൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവർ പറഞ്ഞു ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലാണ്. ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മളിനി ഫുജറ ഫോർട്ട്, നല്ല വെയിൽ, സമയം 4:30 ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം. എന്തായാലും അതിൻ്റെ കാഴ്ചകൾ കാണാം. കയറി വരുമ്പോൾ തന്നെ മുമ്പിൽ തന്നെ നമുക്ക് കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഒരു സ്ഥലങ്ങൾ ഇവിടെ കാണാം. അപ്പോൾ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പ് കാണാം. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വെയിലവിടെ, അതുകൊണ്ട് അവിടെ നിൽക്കാണ്ട് കുറച്ച് ഇങ്ങോട്ട് ഉള്ളോട്ട് കയറിയിട്ട് വർദ്ധനം പറയുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഒരു പഴയ കാലത്തെ വീടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഈ കോട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 15-ാം നൂറ്റാണ്ട് 15-16 നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോട്ടയാണിത്. ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ട്. അതിൽ തന്നെ കയറുമ്പോൾ തന്നെ കുറച്ച് വലിയ സ്റ്റെപ്പുകളോട് കൂടിയിട്ട് ആണ് കയറി പോകേണ്ടത്. ഇങ്ങനെയാണ് ഫുജറ ഫോർട്ടിൻ്റെ
മുമ്പിലെ ഭാഗം. അങ്ങനെ നമുക്ക് ഗുജറാത്ത് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം. കയറുമ്പോൾ തന്നെ 2 പീരങ്കി കാണാം. ഫസ്റ്റ് ഫ്രണ്ട് ഈ ഭാഗത്ത്. ഗുജറാത്ത് ഫോർട്ട് എന്ന് ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറേ QR കോഡിൻ്റെ സ്കാനറിൻ്റെ എംബ്ലങ്ങളൊക്കെ കാണാം. ഇവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ടൂറിസം ഹാൻഡിക്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് ഇവിടെ എന്താ എഴുതിയിട്ട് ഷൂട്ടിംഗ് ഹാൾസ്. ഈ ഷൂട്ടിംഗ് ഹാൾസ് എന്ന് പറയുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സംഭവമല്ല കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഇത് കോട്ട എന്തിനാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക, ആളുകൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്ക് ഒളിച്ച് നിന്നുകൊണ്ട് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള ഹാൾസ് ആയിരിക്കും ആക്ച്വലി ഈ ഷൂട്ടിംഗ് ഹാൾസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കോട്ട വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കരിങ്കല്ലുകൾ കണ്ടോ, ഇവിടുത്തെ കരിങ്കല്ലിനെ കൊണ്ടുണ്ടാക്കി ചളിമണ്ണും തന്നെയായിരിക്കും, ചളിമണ്ണും പിന്നെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ കുമ്മായ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ചളിമണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിയ കോട്ടയാണല്ലേ എനിക്ക് തോന്നുന്നു. നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കാണുന്ന കാഴ്ച ഇതാണ്. ഓഹോ, ഇങ്ങനെ തുറസായിട്ട് കിടക്കുകയാണ്. കോട്ടേൻ്റെ ഉള്ളിൽ കയറി ഇവിടെ വന്നപ്പം കാണുന്ന കാഴ്ചയാണ് ഇതായി കാണുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ കോട്ടേൻ്റെ ഉള്ളിൽ തന്നെയുള്ള സത്യം പറഞ്ഞാൽ ടവർ പോലെയാണ്. അതായത് ഇതുണ്ടോ നിരീക്ഷിക്കുന്ന സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. അങ്ങനത്തെ 3 എണ്ണമാണ് ഉള്ളത്. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് ഇതുപോലത്തെ ഒരു ടവർ. ടവർ പിന്നെയുള്ളത് ഇവിടെയാണുള്ളത്. എൻ്റെ സുഹൃത്തുക്കളും അതിൻ്റെ ഉള്ളിൽ കയറി. ഞാനിന്ന് അങ്ങോട്ട് കയറട്ടെ. എങ്ങനെയുണ്ട് ആ ഭാഗം? ദീപക്ക് ഈ ഉള്ളിൽ എങ്ങനെയുണ്ട്? അടിപൊളിയാ? അടിപൊളിയല്ലേ? പുറത്തുള്ള ആൾക്കാരെ വീക്ഷിക്കാനുള്ള സ്ഥലം പോലെ എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് ഇവിടെയുള്ള ഉള്ളിലുള്ള സെറ്റപ്പ്. ഓക്കെ, മുകളിലൊക്കെ ഉണ്ടോ മരമാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്തൊരു പായ് തന്നെ എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയെന്നറിയില്ല. പായ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന പോലത്തെ ഒരു വാതിലല്ലേ? ഓക്കെ, നമ്മുടെ നാട്ടിലും കാണുന്ന പോലത്തെ വാതിൽ. ഞാൻ ടോപ്പിലൊന്ന് കയറി നോക്കുമ്പോൾ ഇവിടെ ഒന്ന് നോക്കുന്നതാണ്. അത് ബാക്കിലെ ഹിൽ ഏരിയ വ്യൂ പോയിൻ്റ് ആണ്. നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ ദൂരത്ത് കാണുന്നുണ്ടോ? ഇതൊക്കെ ഇവിടുത്തെ സെമിറ്റേരിയാണ്. തലശ്ശേരി കോട്ടയിൽ ഞാൻ പോയിട്ടുണ്ട്. തലശ്ശേരി കോട്ട വളരെ വലിയൊരു കോട്ടയാണ്. ഏകദേശം ആ കോട്ടേൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു ചെറിയ കോട്ടയാണെങ്കിലും എന്താ പറയുക, ഒരു വളരെ പുരാതനപരമായിട്ടുള്ള ഒരു കോട്ടയാണ്. തലശ്ശേരി കോട്ട 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. ഇത് 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. ഇത് അവിടെ കല്ലാണെങ്കിൽ ഇത് കരിങ്കലിനെ കൊണ്ടുണ്ടാക്കിയത്. നമ്മൾ 3-ാമത്തെ ഇതെന്താ പറയാന്നറിയില്ല. ഇവരുടെ ഉള്ളിൽ നിന്ന് പോയി നോക്കട്ടെ. നമ്മൾ സുഹൃത്തുക്കൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ലൈറ്റിൽ ഇട്ടിട്ടല്ലേ, അടിപൊളി. നമ്മളെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ഇതുണ്ടല്ലോ, ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയും മുകളിൽ പോകാൻ പറ്റും കേട്ടോ. 2ാമത്തെ അടിപൊളി. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ഇവിടെ നിന്ന് ഗുജറാത്ത് സിറ്റി മുഴുവനും കാണാൻ പറ്റും അല്ലേ? അതെ, മുഴുവൻ സറൗണ്ടിങ്സ് മൊത്തം കാണാൻ പറ്റും. ഓക്കെ, ആദ്യം തന്നെ മലനിരകൾ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞിട്ട് ബീച്ച് സൈഡ്, അതാണ് കാണുന്നത് ബീച്ച് സൈഡ്. ഇത് നമ്മുടെ താമസിക്കുന്ന ഭാഗങ്ങളാണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ ഹൈവേ ഭാഗമില്ല, ദുബായിലേക്ക് പോകുന്ന ഭാഗം. നോക്കിയേ, അടിപൊളിയല്ലേ? നമ്മുടെ UAE ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്നു. നമുക്കിവിടെ എൻട്രി ഫീ ഒന്നുമില്ല. നമുക്ക് കയറി വരാൻ പറ്റും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയാണ് മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിനും ഫീ ഒന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് ക്യാമറയ്ക്ക് എടുക്കാം.
ഇതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു എന്താ പറയുക റൂമുണ്ട് അല്ല കണ്ടോ ഓക്കെ ഗാർഡ് റൂം നമ്മളെ നാട്ടിലുള്ള മച്ച് പോലെ അല്ലേ ഓക്കെ പണിയോളുകൊണ്ട് ഇതാ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയത്. മദ്ബസാന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡേറ്റ് പ്രോസസ്സിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ പണ്ട് കാലത്ത് ഈത്തപ്പഴങ്ങൾ അതായത് ഡേറ്റ്സ് ഇവിടെ ഇങ്ങനെ ഇടും. അതിനുശേഷം അത് കുറച്ച് കാലം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഈ കുഴിയിലേക്ക് വന്ന് ഇങ്ങനെ ലിക്വിഡായിട്ട് വരും. അതാണത്ര ഡേറ്റ് പ്രോസസ്സിങ് ഏരിയ. ഈത്തപ്പഴത്തിൻ്റെ ആ സ്ഥലത്തിന് ശേഷം കുറച്ച് കാലത്ത് ഞാൻ പ്രിസൺ എന്ന് പറയുന്നത് ഇവിടെ ജയിൽ. ഓക്കെ ജയിൽ നോക്കിയേ പണ്ട് കാലത്ത് ജയിൽ അയ്യോ നോക്കിയേ വിസിറ്റേഴ്സൊക്കെ ഉണ്ട്. വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ കാണാൻ. ഇപ്പം കണ്ടില്ലേ കുറച്ച് വിസിറ്റേഴ്സൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെ. നമുക്കിനി ലാസ്റ്റ് ഒരു ഭാഗം കൂടി ഇതിൻ്റെ കാണാനുള്ളൂ. അപ്പം നമ്മൾ വന്ന് കയറി ഇവിടെ കാണിച്ചതും ഈ ഭാഗം കാണിച്ചതും ഞാൻ പിന്നെ അവിടെയും പോയി. ഇത് നമ്മുടെ റൂം, ഗാർഡ് ഏരിയ, പിന്നെ ഡേറ്റ് പ്രോസസ്സിങ് ഏരിയ അതൊക്കെ കാണിച്ചു. ഇനി ഒരു ഭാഗം കൂടിയേ ഉള്ളൂ നമുക്കിനി കാണിക്കാനുള്ളത്. അത് ഇതാണ് ഇതിൻ്റെ മുകളിലെ ടോപ്പ് ഭാഗം. ലാസ്റ്റ് ഒരു ഏരിയയും കൂടിയുണ്ട്. ഇതാണ് ഇത്. ഇവിടുന്ന് ഇത് പിന്നെ പണ്ട് കാലത്തെ ആളുകൾക്ക് മറഞ്ഞു നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള ഏരിയകളാണ് ഇതൊക്കെ. കണ്ടില്ലേ കോട്ടയൻ്റെ മൊത്തം കാഴ്ചകൾ കാണിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നീക്കറിയോ ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ കാണുന്ന സ്ഥലം നമ്മൾ മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഗദ്ദാമയിൽ ലാസ്റ്റ് കാവ്യ മാധവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് ഇവിടെ നിന്നാണ് കാണിച്ചത്. ഇത് ഞാൻ മുമ്പേ കുറച്ച് ആൾക്കാർ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ശരിയാണ്, ഈ ഭാഗത്താണ് കാണിച്ചത്. അതേപോലെ ദുബായ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഈ ഭാഗങ്ങൾ കാണിച്ചതായിട്ട് പറയുന്നു. കോട്ടയിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഹെറിറ്റേജ് ഏരിയ ആണ്. പഴയ കാലത്തെ അതൊക്കെ അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഏരിയകളാണ്. പഴയ വീടുകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഉണ്ടോ ആൽമരം കണ്ടോ? ഞാനിവിടെ ആദ്യമായിട്ടാണ് മരുഭൂമി വന്നിട്ട് ആൽമരം കാണുന്നത്. നോക്കി അടുത്ത ആൽമരം വേപ്പ്. അപ്പം ഞാനിപ്പം ഇവിടുന്ന് ആദ്യമായിട്ട് ആൽമരമൊക്കെ കാണുന്നത്. അപ്പം ദീപക് പറയാൻ ഇഷ്ടം പോലെ ആൽമരങ്ങൾ ഇവിടെ ഉണ്ട്. അത്ര വളരെ വലിയ ആൽമരങ്ങളൊക്കെ ഉണ്ട്. അത് ശരി. ഇപ്പം നമ്മളിനി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ കാലത്തെ വീടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പുതിയ തരത്തിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ പഴയത് തന്നെ ഉണ്ട്. അതിനെ ഒന്ന് പുതുക്കി പണിതതാണ്. ഇത് അതേപോലത്തെ ഒരു ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് കണ്ടോ? ഇതേണ്ട പഴയ കാലത്തെ വീട് അതേപോലെ ഇപ്പോൾ ഒന്ന് പുതുക്കി പണിതതാണ്. ഇത് കണ്ടോ? ഇത് ഈന്തിൻ്റെ ഓലേനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ഓല, തെങ്ങിൻ്റെ ഓല. ഇത് ഈന്ത് ഓലേനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറി നോക്കാം. അയ്യോ ഊനാക്കുന്നിരുണ്ട്. പഴയ കാലത്തെ വീടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്ട. പഴയ കാലത്തെ വീടിനെ ഓർക്കുന്ന, പഴയ കാലത്തെ വീട് എങ്ങനെയാണ്ട് അതേപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചത് കണ്ടോ? നമ്മളെ നാട്ടിലുള്ള പഠിപ്പുരൻ്റെ വേറൊരു രീതി കണ്ടോ? ഓക്കെ, നമ്മൾ പിന്നിലേക്ക് കൂടി വന്നതാണ്. കോട്ടയുടെ ഭാഗങ്ങളപ്പം തീർന്നിട്ടില്ല കേട്ടോ. അതെ, പഴയ കാലത്തെ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമ്മൾ ഫുജറ ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള പഴയ കാലത്തെ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക്. അത് അതേപോലെ അവർ ഉണ്ടാക്കി വെച്ചതാണ്.
ഒന്ന് കാണാം നമുക്ക്. ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അൽ ഹദാബ് മസ്ജിദ്. അങ്ങനെയാണ് പഴയ കാലത്തെ മസ്ജിദ്. ആണ് പഴയ കാലത്തെ മസ്ജിദ്. ഇത് മറ്റൊരു കോട്ടയുടെ ഫ്രണ്ട് ഭാഗം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹൗസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ അബ്ദുള്ള അൽ ഷാർക്കി. നമ്മൾ ഫോർട്ടിൻ്റെ മുമ്പിൽ പോയി. ഫോർട്ടിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ട് വില്ലേജ് പോലത്തെ ആ ഭാഗങ്ങളൊക്കെ കാണിച്ചു. അതിനുശേഷം ഇവിടെയുണ്ട് ചെറിയ ഫോർട്ടിൻ്റെ ഭാഗങ്ങൾ. കണ്ടോ നോക്കിയേ. ഫുജറയിലുള്ള ആൾക്കാർ, അതേപോലെ ദുബായിലുള്ള ആൾക്കാരൊക്കെ എന്തായാലും നമ്മൾ മലയാളീസ് ഒക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ നല്ല സൗകര്യമുള്ള, നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള, നമുക്ക് കുറേ ഓർത്ത് വെക്കാൻ പറ്റുന്ന, പല പല നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു സ്ഥലം തന്നെയാണ് ഫുജറ കോട്ട, അതായത് ഫുജറ ഫോർട്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ഇപ്പം വേനൽക്കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ കാലഘട്ടത്തിൽ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഫുജറ ഫോർട്ട്. ചെറിയ ഭാഗങ്ങൾ തന്നെയാണ് ഇതെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഇതിൻ്റെ അടുത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ടമാണ്. ഇത് ഉണ്ടോ, ഇതൊരു തോട്ടമാണ്, ഈന്തപ്പന തോട്ടം. നല്ല രസമല്ലേ കാണാൻ? നമ്മളെ നാടിനെ ഓർമ്മിക്കുന്നില്ലേ, കേരള സ്റ്റൈൽ പോലില്ലേ? നോക്കിയേ, ഞാൻ തോട്ടത്തിൻ്റെ അടുത്ത് വന്നതാ. കറക്റ്റ് നാടിനെ ഓർമ്മ വരുന്നില്ലേ കാണുമ്പോൾ? ഇത് എന്താ പറയുക, ഈന്തപ്പനകളാണ് കേട്ടോ. അങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. എന്താ ഈന്തപ്പനകളുടെ ഈന്തപ്പഴം കാണുന്നുണ്ടോ? അതാ പൂത്ത് നിൽക്കുന്നുണ്ട് ഈന്തപ്പഴം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന, കുറേ ദിവസം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫുജറ കോട്ടയുടെ വീഡിയോ ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.